എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 16-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും വാട്സപ്പിലൂടെ നമ്മളോട് അത് വിശ്വസിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങി, ഏപ്രിൽ മാസത്തേത് വിതരണം തുടങ്ങി എന്ന് പല ചാനലുകളിലും കണ്ടു എന്നുള്ളതാണ്. അതിൽ പറയാനുള്ളത് വിതരണം തുടങ്ങിയിട്ടില്ല, വിതരണം ഉടൻ തുടങ്ങുന്നതായിരിക്കും. ഈ മാസത്തേത് വലിയ താമസമില്ലാതെ ലഭിക്കും. നേരത്തെ തന്നെ ഇതിന്റെ ഉത്തരവൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്, മെയ് മാസം വരെ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു തുക താമസിക്കുന്നില്ല, ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന്റെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി മെയ് മാസത്തിലാണ് ലഭിക്കുക. ഏപ്രിൽ മാസത്തേത് ലഭിച്ചു കഴിഞ്ഞു. ഇനി 1.5 മാസത്തോളം കാത്തിരിക്കണം അടുത്ത തുക ലഭിക്കുന്നതിന് വേണ്ടി. മെയ് മാസം അവസാനത്തോടു കൂടിയിട്ടാണ് ആ ഒരു തുക ലഭിക്കുക. അതിനു മുമ്പ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും, LDF ആയാലും UDF ആയാലും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി പെൻഷൻ 3000 നേരത്തെ തന്നെ, അതായത് ഭരണം മാറിയ ഉടനെ തന്നെ 3000 ലഭിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതും തെറ്റാണ്. 5 വർഷം കൊണ്ട് 3000 ആക്കും എന്നാണ് എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അപ്പോൾ ആദ്യ മാസം തന്നെ 3000 ലഭിക്കും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. 2000 തുടരുക തന്നെ ആയിരിക്കും. ബജറ്റ് ജൂൺ മാസത്തിലായിരിക്കും. ഇടക്കാല ബജറ്റ് ആദ്യ സർക്കാരിന്റെ ആദ്യ ബജറ്റ് വരുന്നത് ജൂൺ മാസത്തിലാണ് ഉണ്ടാകുക. അതിൽ ചിലപ്പോൾ ഭരണം കിട്ടിയ സന്തോഷത്തിൽ, തുടർഭരണം കിട്ടിയ സന്തോഷത്തിലോ അല്ലെങ്കിൽ ഭരണമാറ്റം സംഭവിച്ച പശ്ചാത്തലത്തിലോ വരുന്ന സർക്കാർ 200 രൂപ കൂട്ടുകയാണ് എങ്കിൽ 2200 രൂപയാകും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മാക്സിമം ഒരു 200 രൂപ അല്ലെങ്കിൽ 100 രൂപ, അങ്ങനെ ഒരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ 2000 തുടരും. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. തെറ്റായിട്ടുള്ള വാർത്തകൾ വിശ്വസിക്കുകയും വേണ്ട. റീച്ചിന് വേണ്ടി പലതും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് 3 മാസം പിന്നിടുകയാണ്. അതിനുശേഷമുള്ള നിയമസഭാ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടിന് കാത്തിരിക്കുകയാണ്. നിയമസഭയിൽ പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വരുന്നതോടുകൂടി 3 വർഷത്തിന് പിന്നെ നമുക്ക് ഇലക്ഷൻ ഇല്ല. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മുടെ സാധാരണക്കാർക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായ ഗ്രൂപ്പായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഓരോ ആളുകൾക്കും വേണം. പല സമയങ്ങളിലായി നമ്മൾ അതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. എങ്കിലും പുതിയ ഭരണസമിതിയും പുതിയ സാമ്പത്തിക വർഷവും ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യക്തിഗത ഗ്രൂപ്പായിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ഉണ്ടായിരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന, അതായത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിവരമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സഹായ പദ്ധതിയാണ് ഭവന നിർമ്മാണവും അടിസ്ഥാന സൗകര്യവും. ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മേഖലയാണിത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വീടുകൾ നൽകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നൽകുന്നത് എങ്കിലും പിണറായി സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാന തലത്തിൽ ഇതിനൊരു ഏകീകൃത സ്വഭാവം വന്നിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി സംസ്ഥാന തലത്താണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ പഞ്ചായത്ത് വഴിയാണ് വീടുകൾ ലഭിക്കുന്നത് എന്ന് മാത്രം. അതിന് അപേക്ഷ വെക്കേണ്ടത് പൂർണ്ണമായും ഒരു ഏകീകൃത സംവിധാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വീടിന് 5 വർഷം വരെ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് സത്യമാണ്. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് അപേക്ഷ നൽകുകയും വീടുകൾ അനുവദിച്ചു കിട്ടുകയും ചെയ്തിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായിട്ട് അപേക്ഷിച്ച് ഇത്രയും കാലം കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകൾക്കും വീട് നിർമ്മാണത്തിനുള്ള ചിലവ് കൂടി. സർക്കാർ നൽകുന്ന തുക ഇതിന് തികയാത്ത ഒരു അവസ്ഥയുമായി. ഇനി ഭരണമാറ്റം ഉണ്ടായാൽ പഴയ പോലെ ആക്കുമോ അതോ ലൈഫ് മിഷൻ പദ്ധതി തുടരുമോ എന്നറിയില്ല. അതിന് നമുക്ക് അടുത്ത ബജറ്റ് വരെ കാത്തിരിക്കണം. മറ്റൊന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഭവന പുനരുദ്ധാരണം. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കും മറ്റുള്ളവർക്കും വീടുകൾ അറ്റകുറ്റപ്പണി നടക്കുന്നതിന് ഗ്രാന്റുകൾ അനുവദിക്കാറുണ്ട്. ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു നേരത്തെ വീടിനും അപേക്ഷിക്കേണ്ടത്. അപ്പോൾ
ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം. അടുത്തത് ശുചിമുറി നിർമ്മാണം. വീടുകളിൽ ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് സഹായവും സബ്സിഡിയും ലഭിക്കുന്നതാണ്. വൈദ്യുതിവൽക്കരണം. BPL കുടുംബങ്ങൾക്കും പട്ടികജാതി വിഭാഗക്കാർക്കും വീട് വൈദ്യുതിവൽക്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. അർഹരായിട്ടുള്ള ആളുകൾക്ക് മാസം തോറും ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അഗതി പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള അവിവാഹിത പെൻഷൻ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഫീൽഡ് തല അന്വേഷണവും മറ്റും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരാണ് നടത്തുന്നത്. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും കാര്യമായിട്ടുള്ള സഹായം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കും. കർഷകർക്കും സംരംഭകർക്കും വേണ്ടിയുള്ള പദ്ധതികൾ നിരവധിയാണ്. വിത്തും തൈകളും വിതരണം ചെയ്യും. തെങ്ങിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ സബ്സിഡി നിരക്കിലും വിതരണം ചെയ്യാറുണ്ട്. മൃഗസംരക്ഷണം. പശുകിടാരികളെ വളർത്തുന്നതിന് സഹായം, ആട് കോഴി വളർത്താൻ സഹായം, ഇവക്കുള്ള യൂണിറ്റുകൾക്ക് സബ്സിഡി സഹായം എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. ഇവക്കുള്ള തൊഴുത്ത് കൂട് നിർമ്മാണത്തിനുള്ള സഹായം ലഭിക്കും. കാർഷിക യന്ത്രങ്ങൾക്കുള്ള സഹായവും ലഭിക്കുന്നതാണ്. പമ്പ് സെറ്റുകൾ, ടില്ലറുകൾ തുടങ്ങിയവ വാങ്ങാൻ സാമ്പത്തിക സഹായം ലഭിക്കും. വിദ്യാഭ്യാസ സഹായവും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്നതാണ്. സ്കോളർഷിപ്പുകൾ നിരവധിയാണ്. പിന്നോക്ക വിഭാഗങ്ങളിലായ കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാർക്കും സ്കോളർഷിപ്പ് ഉണ്ട്. ലാപ്ടോപ്പ് വിതരണം. അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതികളുണ്ട്. മിക്കവാറും പട്ടികജാതി വിഭാഗക്കാർക്കാണ് ഇത് ലഭിക്കുന്നത്. പഠനമുറി, അതും പട്ടികജാതി വിഭാഗക്കാർക്കാണ് ലഭിക്കുന്നത്. ആരോഗ്യ സേവനങ്ങൾ, പാലിയേറ്റീവ് കെയർ, കിടപ്പ് രോഗികൾക്കുള്ള പ്രത്യേക ചികിത്സ, സൗജന്യ മരുന്ന് വിതരണം ഇവയെല്ലാം അതായത് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വഴി വീടുകളിൽ എത്തിച്ച് നൽകുന്ന പതിവുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നിരവധി സഹായങ്ങളാണ് ലഭിക്കുന്നത്. സൗജന്യമായിട്ടുള്ള ചികിത്സയും മരുന്നും വിതരണം ചെയ്യും. ഹോമിയോപ്പതിക്, ആയുർവേദ മരുന്നുകളും ചികിത്സയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്നതാണ്. തൊഴിൽ സംരംഭകത്വത്തിനും വിവിധ പദ്ധതികളുണ്ട്. കേന്ദ്രാവിഷ്ഠിത പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി സഹായം ലഭിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ്. നിശ്ചിത ദിവസം കണക്കാക്കിയാണ് തൊഴിൽ ദിനങ്ങൾ കണക്കാക്കുന്നത്. പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും അതും നടപ്പിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. മാലിന്യ സംസ്കരണം, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം, കിണർ റീചാർജിംഗ് എന്നിവയ്ക്കെല്ലാം സഹായം ലഭിക്കും. മത്സ്യകൃഷിക്ക് സഹായം ലഭിക്കുന്നതാണ്. വ്യവസായങ്ങൾ തുടങ്ങാൻ സഹായം ലഭിക്കും. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് സബ്സിഡിയും ലൈസൻസ് നടപടികളും എളുപ്പമാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സഹായം ലഭിക്കും. സംസ്ഥാനത്ത് സ്മാർട്ട് വെബ്സൈറ്റ് യാഥാർത്ഥ്യമായതോടുകൂടി മിക്ക സേവനങ്ങളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി citizen.lsg.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖ എല്ലാത്തിനും വേണം. അത് എന്ത് അപേക്ഷ നൽകുകയാണ് എങ്കിലും കയ്യിൽ ഇത് കരുതാൻ മറക്കരുത്. വിവിധ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി, അതായത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഈ വർഷം എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് ലഭിക്കാവുന്നത് എന്നുള്ളത്, അതായത് ഓരോ വ്യക്തികൾക്കും പല വിധത്തിലുള്ള സഹായങ്ങളായിരിക്കും ലഭിക്കാൻ സാധ്യത. അപ്പം നമുക്ക് അനുയോജ്യമായത് എന്താണ് ഉള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീറ്റ സബ്സിഡിയും ക്ഷീര ഇൻഷുറൻസും മൃഗസംരക്ഷണത്തിന് ലഭിക്കുന്നതാണ്. ആട് വളർത്തുന്നവർക്കും പശു വളർത്തുന്നവർക്കും ഇത് സഹായകരമാണ്. മുതിർന്ന പൗരന്മാർക്ക് വലിയ സഹായങ്ങൾ ലഭിക്കും. ക്ഷേമ പെൻഷൻ, പാലിയേറ്റീവ് കെയർ എന്നിവയ്ക്ക് പുറമെ നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഊന്നുവടി, വീൽചെയർ, കേൾവി സഹായി എന്നിവ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. കാഴ്ചപരിമിതിയുള്ളവർക്കും കണ്ണട നൽകുന്ന പദ്ധതി, ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ദഹാസം പദ്ധതി, ഷുഗർ പരിശോധിക്കാൻ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന വയോമധുരം പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. അപ്പോൾ ഇവയൊക്കെ കുറിച്ച് അറിയുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതിന് എല്ലാവരും ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എല്ലാ ഗ്രാമസഭകളിലും എല്ലാവരും പങ്കെടുക്കുകയും സഹായങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ